നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഈ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ ഏറെ ചർച്ച ചെയ്തൊരു വാക്കായിരിക്കും അത്. കാരണം മിക്കായൽ സ്റ്റാറുടെ കീഴിൽ കളിക്കുമ്പോൾ നിരവധി തവണ ഇൻഡിവിജ്വൽ എററുകൾ കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കേണ്ട മത്സരങ്ങൾ കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അതുപോലെ തന്നെ പഞ്ചാബ് FC കോച്ചും പറയുന്നു, തുടർച്ചയായി ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ വരുന്നു, ഞങ്ങൾ അബദ്ധങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് തോറ്റുപോകുന്നു. ബ്ലാസ്റ്റേഴ്സിനോടുള്ള തോൽവിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അവരുടെ കോച്ചായിട്ടുള്ള ഡിംബേഴ്സിൻ്റെ വാക്കുകൾ ISL തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കളിയിൽ തീർച്ചയായിട്ടും ഞാൻ ഡിസപ്പോയിൻറ്റഡ് അല്ല, കാരണം പെർഫോമൻസ് നല്ലതായിരുന്നു. നോക്കുക, പ്ലെയേഴ്സ് കൃത്യമായൊരു സ്ട്രാറ്റജിയോട് കൂടിയാണ് കളിച്ചത്. ഇതെല്ലാം എങ്ങനെ കളിക്കളത്തിൽ ഉപയോഗപ്പെടുത്താം എന്നാണ് ഞങ്ങൾ ചിന്തിച്ചിരുന്നത്. അതാണ് ഞങ്ങൾ അവിടെ ചെയ്ത് കാണിക്കാനും ശ്രമിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ സ്റ്റേ ബാക്ക് ചെയ്യേണ്ടിയിരുന്നു. കാരണം നോഹ്, ലൂണ, പെപ്ര തുടങ്ങിയ താരങ്ങളെ തടയേണ്ടതുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന് പറയുന്ന ടീം ഒരു വഴിക്കല്ലെങ്കിലും മറ്റൊരു വഴിക്ക് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചാൻസുകൾ അവർ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അത് തടയുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. ഞങ്ങളത് മികച്ച രൂപത്തിൽ നിറവേറ്റി. പക്ഷേ ഒറ്റ മിസ്റ്റേക്ക് പറ്റി, അതാണ് ആ പെനാൽറ്റി. ഇപ്പോൾ ഏതാണ്ട് ഒരു മാസക്കാലമായി 4 മത്സരങ്ങളായി തുടർച്ചയായിട്ട് ഇതുപോലെ മിസ്റ്റേക്കുകൾ വരുത്തി ഞങ്ങൾ അതിനുള്ള പ്രതിഫലം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. തീർച്ചയായിട്ടും ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മൾ യങ് പ്ലേയേഴ്സിനെയാണ് ഉപയോഗിക്കുന്നത്. അവരെ സക്സസ്ഫുൾ റിസൾട്ട് കൊണ്ട് നമ്മൾ ഫീഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോഴാണ് അവർക്ക് വിന്നിങ് കൾച്ചർ ഉണ്ടാവുക, അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക. അങ്ങനെയാകുമ്പോഴാണ് അവരുടെ ഫ്യൂച്ചർ മികച്ചതാവുക എന്നുകൂടി കോച്ച് പറയുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ചിരുന്ന പോലെ തുടരൻ മത്സരങ്ങളിലെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളാണ് തങ്ങൾക്കും തിരിച്ചടിയാവുന്നത് എന്ന് പഞ്ചാബ് FC കോച്ച് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.